അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ഇത്തിബാ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന മുത്തബീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു യാത്രാവേളയിൽ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു നടത്തിയ സംഭാഷണത്തിലെ വളരെ സുപ്രധാനമായ ചില ഭാഗങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു അയവിറക്കുന്നത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. കുന്തു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ, ഞാനൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്രയിലായിരുന്നു. ഫഅസ്ബഹതു യൗമൻ, അങ്ങനെ ഒരു ദിവസം ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, എനിക്കറിയിച്ചു തരണം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതും അതുപോലെ തന്നെ നരകത്തു നിന്ന് മോചനം ലഭിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകരെ അങ്ങ് എനിക്ക് പറഞ്ഞു തരണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ലഖദ് സഅൽതനി അൻ അളീം, നീ ചോദിച്ചത് വലിയൊരു വിഷയമാണ്, വലിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് നീ ചോദിച്ചിട്ടുള്ളത്.
എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ഇന്നഹു ലയസീറുൻ അലാമായി യസ്സറഹുല്ലാഹു അലൈഹി, ഞാൻ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ അള്ളാഹു ആർക്കെങ്കിലും എളുപ്പമാക്കി കൊടുത്താൽ ആ കാര്യം വളരെ നിഷ്പ്രയാസം അത്തരം വിശ്വാസികൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വളരെ പ്രധാനപ്പെട്ട സ്വർഗപ്രവേശനത്തിനും നരകമോചനത്തിനും അനിവാര്യമായ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ മുആദ് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. തഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈഅ, ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനമാണ് നീ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് ഒന്നിനെയും സമന്മാരെ ഉണ്ടാക്കരുത്, പങ്കു ചേർക്കരുത്. അതോടൊപ്പം വതുഖീമുസ്സലാത്ത വതുഉത്തുസ്സക്കാത്ത വതസൂമുർ റമളാൻ, നമസ്കാരം 5 നേരത്തെ നമസ്കാരം, ഫർളായ നമസ്കാരങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കണം, സക്കാത്ത് കൊടുക്കണം, വതസൂമുർ റമളാൻ, റമളാനിലെ നോമ്പുകൾ എടുക്കണം, തഹജ്ജുൽ ബൈത്ത്, അതുപോലെ തന്നെ കഴിവുള്ളവർ ഹജ്ജ് നിർവഹിക്കണം. ഇങ്ങനെയുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ 5 കാര്യങ്ങൾ അത് പ്രവാചകൻ ഒരു വിശ്വാസിക്ക് സ്വർഗപ്രവേശനത്തിനും നരകത്തു നിന്ന് മോചനം ലഭിക്കാനുമുള്ള അടിസ്ഥാന കാര്യമായി പഠിപ്പിച്ചു കൊടുത്തു. സുമ്മക്കാല, അതിനുശേഷം പറഞ്ഞു അലാ അദുല്ലുക അലാ അബ്വാബുൽ ഖൈർ, എന്നിട്ട് പ്രവാചകൻ പിന്നീട് ചോദിക്കുകയാണ്, നന്മയുടെ കവാടങ്ങളെക്കുറിച്ച് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ? ഈ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം സ്വർഗത്തിൽ പോകണമെങ്കിൽ, നരകത്തുനിന്ന് മോചനം ലഭിക്കണമെങ്കിൽ നന്മകളുടെ കവാടങ്ങളെപ്പറ്റി ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? എന്നിട്ട് പ്രവാചകൻ, സഹാബി പറഞ്ഞു, മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ പ്രവാചകരെ പറഞ്ഞു തരൂ. പ്രവാചകൻ പറഞ്ഞു അസ്സൗമു ജുന്ന വസ്സദഖതു തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉൽ മാഅ അന്നാർ, തീയെ വെള്ളം കെടുത്തുന്നത് പോലെ മനുഷ്യൻ്റെ പാവങ്ങളെ കെടുത്തിക്കളയുന്ന, മായ്ച്ചു കളയുന്ന സ്വതക്ക ചെയ്യണം, ധാരാളമായി ദാനധർമ്മങ്ങൾ നിർവഹിക്കണം, അതോടൊപ്പം ധാരാളമായ നോമ്പുകൾ, സുന്നത്ത് നോമ്പുകൾ, അതൊക്കെ നീ അനുഷ്ഠിക്കണം. ഇതൊക്കെ നന്മകളുടെ കവാടമാണ്. ഇത് സ്വർഗപ്രവേശനത്തിന് കാര്യമായ വിഷയമാണ്, നരകമോചനത്തിന് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നിട്ട് പറഞ്ഞു വസലാത്തുർ റജുലി മിൻ ജൗഫിൽ ലൈൽ, അതോടൊപ്പം രാത്രിയിലെ നമസ്കാരം. ലോകമുറങ്ങുന്ന സമയത്ത് എണീറ്റ് അള്ളാഹുവിൻ്റെ മുന്നിൽ തഹജ്ജുദായി, തറാവീഹായി, ഖിയാമുല്ലൈലായി, വിത്റായി, പല പേരുകളിൽ നമ്മൾ നിർവഹിക്കുന്ന രാത്രി നമസ്കാരം അത് നിർവഹിക്കണം സ്വർഗപ്രവേശനത്തിനും നരകമോചനത്തിനും. അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആനിൽ ആയത്തോതി തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ എന്ന സൂറത്തു സജദയിലെ ആ ആയത്തുകൾ 16-17 വചനങ്ങൾ ആ സ്വഹാബിക്ക് പ്രവാചകൻ ഓതിക്കൊടുക്കുകയാണ്. തൻ്റെ പാർശ്വങ്ങളെ കിടക്കയിൽ നിന്ന് ഉയർത്തി അള്ളാഹുവിൻ്റെ മുന്നിൽ നമസ്കരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകതകളാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു കൊടുത്തത്. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. പ്രവാചകൻ വീണ്ടും പറയുകയാണ്, സുമ്മഖാല അലാ ഉഖ്ബിറുക ബിറഅസിൽ അംരി, മർമ്മപ്രധാനമായ ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? മൂന്നാമത്തെ പ്രവാചകൻ്റെ ചോദ്യമാണ്. അപ്പോൾ സ്വഹാബി പറഞ്ഞു, അതേ പ്രവാചകരെ പറഞ്ഞു തരൂ. അവിടുന്ന് പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം പ്രവാചകൻ പറയുകയാണ്, കാര്യങ്ങളുടെ തല എന്ന് പറയുന്നത് റഅസുൽ അംറിൽ ഇസ്ലാം, കാര്യങ്ങളുടെ തല ഇസ്ലാമാണ്. വഅമൂദുഹുസ്സലാത്ത്, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അതിൻ്റെ തൂണ് എന്ന് പറയുന്നത് നമസ്കാരമാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൊടുമുടി എന്ന് പറയുന്നത് ജിഹാദ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ചോദിച്ചു, ഇതൊക്കെ ഒരു മനുഷ്യന് ഏതൊക്കെ കാര്യങ്ങളാണ്? ഇസ്ലാമിൻ്റെ 5 കാര്യങ്ങൾ, അതുപോലെ തന്നെ നമസ്കാരം, സുന്നത്ത് നോമ്പുകൾ, ദാനധർമ്മങ്ങൾ, രാത്രി നമസ്കാരങ്ങൾ, ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടൊരു വിശ്വാസി ഇതൊക്കെ സ്വർഗപ്രവേശനത്തിനും നരകമോചനത്തിനും അനിവാര്യമാണെന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറയുകയാണ്, ഇവയെല്ലാം താങ്ങി നിർത്തുന്ന അല്ലെങ്കിൽ നിലനിർത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്വഹാബി പറഞ്ഞു, മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ പ്രവാചകരെ എനിക്കത് പറഞ്ഞു തരൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ നാവിനെ കൈകൊണ്ട് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിനെ നീ നിയന്ത്രിക്കണം.
അപ്പം മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങളുടെ സംസാരം നിമിത്തം ഞങ്ങൾ ശിക്ഷിക്കപ്പെടുമോ? ഞങ്ങൾക്ക് സ്വർഗം നഷ്ടപ്പെടുമോ? നരകത്തിൽ ഞങ്ങൾ പോകേണ്ടി വരുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൊടുത്ത മറുപടിയാണ്, മനുഷ്യർ അവരുടെ മുഖം കുത്തി നരകത്തിലേക്ക് പോകാൻ, വീഴാൻ അവരുടെ നാവുകൾ കൊയ്തെടുക്കുന്ന കാര്യങ്ങളല്ലാതെ മറ്റേതുണ്ട് എന്ന് പ്രവാചകൻ ആ സ്വഹാബിയോട് ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതൊരു നിസാരമായൊരു വിഷയമല്ല. ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കുന്നു, മർമ്മപ്രധാനമായ അടിസ്ഥാനപരമായ അള്ളാഹനെ മാത്രം ആരാധിക്കുന്നു, അതുപോലെ തന്നെ നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, സദക്ക കൊടുക്കുന്നു, രാത്രി നമസ്കരിക്കുന്നു, ഇതുപോലെയുള്ള ധാരാളം സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളുമൊക്കെ ജീവിതത്തിൽ ചെയ്യുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ അവസാനമായി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇതെല്ലാം തകർത്ത് കളഞ്ഞ് മുഖം കുത്തിയ രൂപത്തിൽ നരകത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്ന ഒരവയവമാണ് നാവ്. അതുകൊണ്ട് നിങ്ങളുടെ സംസാരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമേ എന്നാണ് പ്രവാചകൻ ഈ ഹദീസിലൂടെ ഗൗരവത്തിൽ പഠിപ്പിക്കുന്നത്. നമ്മുടെ അശ്രദ്ധ കൊണ്ടോ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ നമ്മൾ കൂടുതൽ ഗൗരവം കാണിക്കാത്തത് കൊണ്ടോ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളും നമ്മുടെ സംസാരങ്ങളുടെ ഇടയിലുണ്ടാകുന്ന ചില ശൈലികളും നമ്മുടെ പരലോകത്തെയും സ്വർഗത്തെയും ഒക്കെ ബാധിക്കുമെന്ന ഗൗരവകരമായ കാര്യമാണ് ഈ ഹദീസിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ജാഗ്രത വേണം വിശ്വാസികൾക്ക് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് തലഖൗനഹു ബി അൽസിനതികും വതഖൂലൂന ബി അഫ്വാഇകും മാ ലൈസ ലക്കും ബിഹി ഇൽമുൻ വതഹ്സബൂനഹു ഹയ്യിനൻ വഹും ഇൻദല്ലാഹി അളീം. അല്ലാഹ് ഖുർആനിൽ സൂറത്തുൻ നൂറിലൂടെ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പലതും കേൾക്കുന്നത് നിങ്ങളിങ്ങനെ ഏറ്റുപറയും. ആളുകൾ പറയുന്നത് കേട്ടതും കണ്ടതും ഏറ്റുപറയും. നിങ്ങൾക്കൊരു വിവരവുമില്ലാത്ത, നിങ്ങൾക്കൊരു കൃത്യമായ അറിവുമില്ലാത്ത ആരെങ്കിലുമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, അത് സോഷ്യൽ മീഡിയയിൽ കണ്ടതാകാം, ആരെങ്കിലും വന്ന് ചെവിയിൽ പറഞ്ഞതാകാം, അല്ലെങ്കിൽ നാലാൾ കവലകളിലിരുന്ന് പറഞ്ഞതാകാം, അങ്ങാടിയിൽ നിന്ന് കേട്ടതാകാം. ഇതൊക്കെ നിങ്ങൾക്കൊരു അറിവുമില്ലാത്ത കാര്യങ്ങൾ വായ കൊണ്ട് മൊഴിയുകയും ചെയ്യുന്ന ചില സന്ദർഭങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുകയാണ്. അതൊരു നിസാരമായ കാര്യമായിട്ടാണ് വതഹ്സബൂനഹു ഹയ്യിനൻ, നിങ്ങൾക്കതൊരു നിസാര കാര്യമാണ്, അതൊരു വിഷയമൊന്നുമില്ല. നിങ്ങൾക്ക് നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, സക്കാത്തുണ്ട്, സ്വതക്കയുണ്ട്, രാത്രി നമസ്കാരമുണ്ട്, എല്ലാമുണ്ട്, നിസ്കാരത്തയമുണ്ട്, എല്ലാമുണ്ട്. നിങ്ങളുടെ വസ്ത്രധാരണം ഇസ്ലാമാണ്, എല്ലാം ഇസ്ലാമാണ്. പക്ഷേ ഈ സംസാരം എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്കതൊരു വലിയ കാര്യമായിട്ട് തോന്നൂല എന്ന് അല്ലാഹ് പറയാണ്. വഹുവ ഇൻദല്ലാഹി അളീം, അള്ളാഹിൻ്റെ അടുത്തൊരു വളരെ ഗൗരവമുള്ള വിഷയമാണ്. റബ്ബിൻ്റെ അടുത്തതൊരു നിസാരമായ കാര്യമല്ല, ഗുരുതരമാകുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. സഹോദരങ്ങളെ, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ സംസാരം എന്ന് പറയുന്നത്. അതിൽ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. നമീമത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഗൈബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലെ, കളവുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട പല വാക്കുകൾ, പല ശൈലികളുമുണ്ട്. ചില ആളുകൾ അതിലൊന്നാണ്, നമ്മൾ പറയും, ചില ആളുകൾ ചില തെറ്റുകൾ ചെയ്യണ, കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ പറയും, നിനക്കല്ല പുറത്തു തരൂല, അതുപോലെ തന്നെ നീയൊക്കെ നരകത്തിൽ പോകും, അവൻ നരകത്തിലാണ്, അവർ നരകത്തിലാണ്. ഇത് പറയാനുള്ള അധികാരം ആരാണ് നമുക്ക് നൽകിയത്? ഒരാളെ കുറിച്ചിട്ട് അവൻ നരകത്തിലാണെന്നും അവൻ അല്ല പുറത്തു കൊടുക്കൂല എന്നും പറയാനുള്ള അധികാരം സഹോദരങ്ങളെ നമുക്കാരാ നൽകിയത്? ഇസ്ലാമിക ചരിത്രത്തിലൊരു സംഭവമുണ്ട്. ഒരു വലിയൊരു ആലിമുണ്ടായിരുന്നു. ആലിമെന്ന് പറഞ്ഞാൽ അള്ളാഹുമായി അടുത്ത ദീനിനെക്കുറിച്ച് പഠിച്ച അവഗാഹമുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഒരു പാപിയായ മനുഷ്യനെ കണ്ടിട്ട്, തെറ്റ് ചെയ്യുന്ന ഒരാളെ കണ്ടിട്ട് അയാളെക്കുറിച്ച് പറയുകയാണ്, ഇന്ന റജുലൻ ഖാല വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലി ഫുലാൻ, ഈ മനുഷ്യൻ അല്ലാഹ് പുറത്തു കൊടുക്കൂല. കാരണം അവൻ്റെ പാവങ്ങളൊക്കെ അതുപോലെയാണ് അവൻ തെറ്റ് ചെയ്യണത്. അതുകൊണ്ട് ഈ മനുഷ്യൻ ഈ ആലിമ് പറയാണ്, ഇവൻ അല്ലാഹ് പുറത്തു കൊടുക്കൂല. വ ഇന്നല്ലാഹ തആല, അത് കേട്ടപ്പോൾ അല്ലാഹ് പറഞ്ഞു, ഖാല മൻ ദല്ലദീ യതഅല്ല അലയ്യ, എൻ്റെ അടിമയ്ക്ക് ഞാൻ പുറത്തു കൊടുക്കില്ല എന്ന് എൻ്റെ പേരിൽ സത്യം ചെയ്ത് വിധി പറയാൻ തക്കവണ്ണം നീ എന്നേക്കാൾ വളർന്നോ എന്നാണ് അല്ലാഹ് ചോദിക്കുന്നത്. അള്ളാഹുവിൻ്റെ അധികാരം ആർക്കാ അല്ലാഹ് കൊടുത്തത്? അല്ലേ, അത് നമ്മൾക്ക് പറയാൻ, അല്ലാഹ് പുറത്തു കൊടുക്കൂലെന്നും അല്ലാഹ് നരകത്തിലിടുമെന്നും ഉറപ്പിച്ചു പറയാൻ ആരാ നമുക്ക് അധികാരം നൽകിയത്? എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, അതുകൊണ്ട് തന്നെ അല്ല അഹ്ഫറ ലി ഫുലാനിൻ, ആ മനുഷ്യൻ അല്ലാഹ് പുറത്തു കൊടുത്തു, ആ പാവിയായ മനുഷ്യൻ അല്ലാഹ് പുറത്തു കൊടുത്തു. ഫഇന്നി ഖദ് ഗഫർതു ലി ഫുലാനിൻ വഅഖ്ബതു അമലക, ഈ പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ അമലുകൾ അള്ളാഹു ബാത്തിലാക്കി കളഞ്ഞു, നഷ്ടപ്പെട്ടു പോയി എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന അവിടുത്തെ സ്വഹീഹിൽ വായിക്കാം. സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരാളെക്കുറിച്ച് അങ്ങനെ വിധി പറയാൻ പാടില്ല. നമുക്ക് വഹിയില്ലല്ലോ, ഇവിടെ നമുക്കറിയില്ലല്ലോ ആ മനുഷ്യൻ അല്ലാഹ് പുറത്തു കൊടുക്കുമോ
എന്ന് നമുക്കറിയില്ലല്ലോ. അവൻ നരകത്തിലാണെന്ന് നമുക്കെങ്ങനെ പറയാൻ കഴിയുക? സ്വന്തത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള അതിരുകടന്ന ചില ആത്മവിശ്വാസത്തോടുകൂടി ചിലർ പറഞ്ഞു പോകുന്ന ചില വാക്കുകളാണിത്. അത് ഗൗരവമുള്ള വിഷയമാണ്. ചില ആളുകൾ അഹങ്കാരം വെച്ച് പുലർത്തിയിട്ട് പറയണതാണ്. നമ്മളൊക്കെ നല്ല ആളുകളും ബാക്കിയുള്ളവരൊക്കെ മോശമാണെന്നും നിനക്ക് വിധി പറയാൻ നമുക്ക് കഴിയില്ല. അതേ സമയത്ത് ഒരാളൊരു തെറ്റ് ചെയ്താൽ അതുകൊണ്ട് അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണം, അത് പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കണം, ഈ തെറ്റുകൾ നരകത്തിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞു കൊടുക്കണം. അതേസമയം അവൻ നരകത്തിലാണെന്നും അവന് തെറ്റ് പുറത്തു കിട്ടില്ല എന്നും പറയാൻ നമുക്ക് അല്ലാഹു അനുവാദം നൽകിയിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന തെറ്റുകൾക്ക് ഇന്ന ശിക്ഷകളുണ്ട്, അത് ഗൗരവമാണ് എന്ന് അവരെ ഉപദേശിക്കുകയും ആ തെറ്റുകളിൽ നിന്ന് അവനെ മോചിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അത് ഈമാനുള്ളൊരു വ്യക്തി ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യം അത് വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കാനാണ്. നമ്മുടെ ശൈലികൾ, പലരുടെയും ശൈലികൾ അറിയാതെ സംഭവിച്ചു നമ്മുടെ ഇബാദത്തുകൾ ബാത്തിലായി പോകും. അതുപോലെ വേറെ ചില ആളുകൾ പറയാറുണ്ട്, നിനക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്ന് പറയും, നീ നശിച്ചു പോകട്ടെ. ഇത്തരം ശാപവാക്കുകൾ അതും നമ്മുടെ ഇബാദത്തുകൾ ബാത്തിലാക്കി കളയും. ആരാ അതിനനുവാദം നമുക്ക് നൽകിയത്? ലാ തലാഅനു ബിൽഅനത്തില്ലാ വലാ ബിഅളബില്ലാ വലാ ബിന്നാർ, നരകം കൊണ്ട് ശപിക്കാൻ, അള്ളാഹുവിൻ്റെ കോപം കൊണ്ട് ശപിക്കാൻ. അതുപോലെ തന്നെ നീ പരസ്പരം ശാപം കൊണ്ടോ കോപം കൊണ്ടോ നരകം കൊണ്ടോ ശാപപ്രാർത്ഥന നടത്തരുത് എന്ന് റസൂലുള്ള പറഞ്ഞതാണ്. ചില ആളുകൾ എന്തു പറഞ്ഞാലും ശാപമാണ്. മക്കൾക്കെതിരെ ശപിക്കുക, സ്വന്തം സമ്പത്തിനെതിരെ ശപിക്കുക, മറ്റുള്ളവരോടുള്ള ദേഷ്യം കൊണ്ട് അവരോട് ശപിക്കുക. വളരെ ഗൗരവമാണ് ഈ വിഷയം. നീ തുലഞ്ഞു പോകുമെന്ന് പറയും, ഈ സമ്പത്തൊക്കെ ഒന്ന് നശിച്ചിരുന്നെങ്കിലെന്ന് പറയും, എൻ്റെ ആയുസ്സൊന്ന് ഒടുങ്ങിപ്പോയിരുന്നെങ്കിലെന്ന് പറയും. ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെയാണ് സാധിക്കുക? ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. സ്വന്തം സമ്പത്തിനെ കുറിച്ച് പോലും അങ്ങനെ പറയും, നശിച്ചു പോകട്ടെ എന്നൊക്കെ പറയും. ചില സമയത്ത് ദേഷ്യം കയറിയിട്ട് മനുഷ്യൻ എന്താ പറയണമെന്ന് അറിയില്ല, ആ സമയത്ത് പറഞ്ഞു പോകുന്ന ഇത്തരം ശാപവാക്കുകൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, പ്രാർത്ഥനകൾക്ക് നിങ്ങളുടെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുണ്ടല്ലോ, അതിന് ചില ഇജാബത്ത് കിട്ടുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭവുമായി അത് യോജിച്ചു വന്നാൽ അത് അള്ളാഹു സ്വീകരിക്കും. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട്. മക്കളോടൊക്കെ ദേഷ്യപ്പെടുമ്പോൾ അവരിങ്ങനെ എത്ര പറഞ്ഞാലും അനുസരിക്കണില്ല, അവരിങ്ങനെ വഴിവിട്ട് ജീവിക്കുകയാണ്. ആ സമയത്തൊക്കെ ചില മാതാപിതാക്കൾ പറഞ്ഞു, അവൻ നശിച്ചു പോകട്ടെ, ഇങ്ങനെയൊക്കെ പറയും. പാടില്ല അങ്ങനെ പറയാൻ. അതിന് പകരം നമ്മൾ നല്ല ശൈലികൾ ഉപയോഗിക്കണം. അള്ളാഹു നിനക്ക് ഹിദായത്ത് നൽകട്ടെ, അള്ളാഹു നിനക്ക് സൽബുദ്ധി നൽകട്ടെ, ഇങ്ങനെയൊക്കെ പറയാം. ആ ശൈലികൾ ഉപയോഗിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനെത്ര നല്ല ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇമാം മാലിക് റഹിമഹുല്ലയുടെ ഉമ്മയുടെ പ്രാർത്ഥന പോലെ എത്രയോ സംഭവങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശൈലിയാണ് മാതാപിതാക്കൾ ആ മക്കളോടുള്ള തർബിയത്തിൽ അവരുടെ ഭാവിക്ക് വേണ്ടി നല്ലതിന് വേണ്ടി ചെയ്യേണ്ടത്. അല്ലാതെ ശപിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും സഹോദരങ്ങളെ ഉണ്ടാകരുത്. അതുപോലെ ചില ആളുകൾ പറയും, നീ കാഫിറാണ്, നീ മുശ്രിക്കാണ്, ഇങ്ങനെ നിനക്ക് ഈമാനില്ല, നിന്റെ മുഖം കണ്ടാലറിയാം നിനക്ക് ഈമാനില്ല. ഇങ്ങനെ ഒരു വ്യക്തിയെ തഈൻ ചെയ്തുകൊണ്ട് മുശ്രിക്കാക്കാനും കാഫിറാക്കാനും ആർക്കും അല്ലാഹു അനുവാദം നൽകിയിട്ടില്ല. അതെങ്ങനെ നമുക്ക് പറയാൻ കഴിയും? ഇന്നയാൾ മുശ്രിക്കാണ്, കാഫിറാണെന്ന്, ഇത് ചെയ്താൽ ശിർക്കാണെന്ന് പറയണം. അത് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചതാണ്. ശിർക്ക് ചെയ്യുന്നവരെ ശിർക്കാണ്, ഈ ശിർക്ക് ചെയ്താൽ നരകത്തിലേക്ക് പോകും എന്ന ഗൗരവകരമായ താക്കീത് കൊടുക്കണം. അല്ലാതെ ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തിനെയോ തഈൻ ചെയ്തുകൊണ്ട് നീ കാഫിറാണ്, നീ മുശ്രിക്കാണെന്ന് പറഞ്ഞു പോകരുത്. അങ്ങനെ പറഞ്ഞാൽ അവൻ മുശ്രിക്കല്ലെങ്കിൽ അത് നേരെ തിരിച്ച് ഇവനിലേക്ക് കടക്കുമെന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം ശൈലികൾ, നമ്മുടെ നാവ് കൊണ്ടുള്ള ശൈലികൾ നമ്മുടെ ഇബാദത്തുകളെ ബാത്തിലാക്കി കളയും. ചില ആളുകളൊക്കെ വാട്സപ്പിലൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത്തരം പ്രയോഗങ്ങൾ, അവൻ മുശ്രിക്കാണ്, ഇവൻ കാഫിറാണ്, മുശ്രിക്കും കാഫിറും എന്നൊക്കെയുള്ള പദങ്ങൾ അതിങ്ങനെ വളരെ നിസ്സാരവൽക്കരിച്ച് പറയാനുള്ളൊരു കാര്യമല്ല. അതിന് ഗൗരവമുണ്ട്, ആ ഗൗരവം നമ്മൾ നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ചില ആളുകൾ ചിലരെ കുറിച്ച് അവൻ സ്വർഗത്തിലാണെന്ന് അങ്ങോട്ട് ഉറപ്പിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ആരെങ്കിലും മരിച്ചാൽ നല്ല സൽവിചാരം നമുക്കുണ്ടാകണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനപ്പുറത്ത് അവൻ സ്വർഗത്തിലാണ്, അവൻ ഷഹീദാണ്, ഇങ്ങനെ ഉറപ്പിച്ചു പറയാൻ നമുക്കെങ്ങനെയാണ് സാധിക്കുക പ്രിയമുള്ളവരെ? അതിനൊരു സംശയവും വേണ്ടാത്ത വിധം നോക്കൂ നിങ്ങൾ, ഉസ്മാൻ ബിൻ മളഊൻ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയുടെ ശാതല തീരത്തേക്ക് ഹിജ്റ എന്ന സ്വഹാബിമാരെ ഇരു കൈയും നീട്ടി ഹൃദയത്തോട് സ്വീകരിച്ച മദീനയിലെ അൻസാറുകളുടെ ചരിത്രം നമുക്കറിയാം. അവരെ ഓരോരുത്തർക്കും നറുക്കിട്ടുകൊണ്ട് ആരുടെ വീട്ടിൽ താമസിക്കണമെന്ന് തീരുമാനിക്കുന്ന സാഹചര്യത്തിൽ ഉസ്മാൻ ബിൻ മളഊൻ റളിയല്ലാഹു അൻഹുവിന് അവസരം കിട്ടിയത്, നറുക്ക് കിട്ടിയത് ആരുടെ വീട്ടിലാണെന്നറിയുമോ? അൻസാരി വനിതയായ ഉമ്മു അലാ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. നമുക്ക് ഹദീസുകളിൽ വളരെ വിശദമായി ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അത് വിശദീകരിക്കുന്നുണ്ട്. ആ അവസരം കിട്ടിയപ്പോൾ അവിടെ താമസിച്ചു.
നറുക്ക് കിട്ടി. അങ്ങനെ അദ്ദേഹം ആ വീട്ടിൽ താമസിച്ച് മുന്നോട്ട് പോകുമ്പോൾ രോഗബാധിതനായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇബാദത്തും സ്വഭാവ ശൈലിയുമൊക്കെ ആ വീട്ടുകാർ കാണുകയാണ്. അങ്ങനെ അദ്ദേഹം മരണപ്പെടുകയാണ്. മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ കാണാം, പ്രവാചകൻ അവിടേക്ക് വന്നു. ആ സമയത്ത് ഉമ്മു അലാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഏ അബൂ സായിബേ, നിനക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാകട്ടെ. തീർച്ചയായും അള്ളാഹു നിന്നെ ആദരിച്ചിരിക്കുന്നു. നിന്നിൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, നീ ഷഹീദാണ് എന്നിങ്ങനെ ഉമ്മു അലാ റളിയല്ലാഹു അൻഹ പറയുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉമ്മു അലാ റളിയല്ലാഹു അൻഹയോട് പറയുന്ന ചില വാക്കുകളുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. പ്രവാചകൻ പറഞ്ഞു, തീർച്ചയായും ഇല്ലേ, എങ്ങനെയാണ് നിനക്കിത് പറയാൻ കഴിയുക? ആരാണ് നിനക്കിത് അറിയിച്ചു തന്നത്? അല്ലാഹ് നിന്നോട് പറഞ്ഞോ? പ്രവാചകൻ്റെ ചോദ്യമാണ് ഇല്ലേ. എൻ്റെ കാര്യം പോലും അള്ളാഹു അദ്ദേഹത്തിന് നന്മ മാത്രം നൽകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്കിലും അള്ളാഹു ആണ് സത്യം. ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനായിട്ട് കൂടി എൻ്റെ കാര്യത്തിൽ നാളെ എന്താണ് സംഭവിക്കുക എന്ന് പോലും എനിക്കറിയില്ല. പിന്നെ എങ്ങനെ നിനക്കിത് പറയാൻ കഴിയുമെന്ന് അവിടുന്ന് തിരുത്തുകയാണ്. ഉമ്മു അലാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നീട് മരിച്ച ഒരാളെക്കുറിച്ചും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അവിടുന്ന് പറയുന്നതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണപ്പെട്ട വ്യക്തിയെക്കുറിച്ച് എത്ര നല്ല സ്വാലിഹായ മനുഷ്യനാണെങ്കിലും അവൻ സ്വർഗത്തിലാണ്, അവന് നരകമല്ല എന്നൊന്നും ഉറപ്പിച്ചു പറയാൻ നമുക്ക് കഴിയില്ല. നമുക്ക് വഹീ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് പറയാനും സാധ്യമല്ല എന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ മരിച്ചാൽ ഷഹീദ് എന്ന പേരങ്ങ് കൊടുക്കുകയാണ് അല്ലേ. അതൊന്നും ഒരിക്കലും നമ്മൾ ഇസ്ലാമികമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കത് ഉറപ്പിച്ചു പറയാനുള്ള അധികാരമില്ല എന്ന് മനസ്സിലാക്കണം. കാരണം പരലോകത്തിൻ്റെ വിഷയങ്ങൾ, അദൃശ്യമായ കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും പറഞ്ഞത് മാത്രമേ നമുക്ക് പറയാൻ സാധ്യമാവുകയുള്ളൂ. അല്ലാത്ത കാര്യമൊന്നും നമുക്ക് ഉറപ്പുള്ള കാര്യമല്ല. മരണപ്പെട്ട വ്യക്തികളെക്കുറിച്ച് അനാവശ്യങ്ങൾ പറയരുത്. ചില ആളുകളൊക്കെ ഒന്നും നമ്മൾ പറയരുത്, അങ്ങനത്തെ വർത്തമാനങ്ങൾ പറയാൻ പാടില്ല. മോശപ്പെട്ടതും പറയാൻ പാടില്ല, നല്ല കാര്യങ്ങൾ പറയാം. പക്ഷേ ഇത്തരം കാര്യങ്ങൾ, പരലോകത്തിൻ്റെ വിധിയെക്കുറിച്ചുള്ള നമുക്കറിയാത്ത കാര്യങ്ങൾ ഉറപ്പിച്ചു പറയാനും പാടില്ല എന്നതാണ്. കാരണം വലാ തസുബ്ബു അംവാത്ത്, റസൂലുള്ളാഹി പറഞ്ഞതാണ്, നിങ്ങൾ മരിച്ചവരെക്കുറിച്ച് മോശം പറയരുത്. ചില ആളുകൾ മോശം പറയുന്നതായി കാണാൻ കഴിയും. അവൻ മോശമാണ്, അവന് നരകമാണ്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ. വഇന്നഹും ഖദ് അഫ്ളൗ ഇലാ മാ ഖദ്ദമു, അവർ ചെയ്ത പ്രവർത്തനങ്ങളിലേക്ക് അവർ പോയി. ആരെന്ത് ചെയ്താലും മരണപ്പെട്ടാൽ അതവർക്ക് കിട്ടും എന്നതാണ് ഹദീസുകളിലും ഖുർആനിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ഒരു അണുമണി തൂക്കം ആര് നന്മ ചെയ്താലും അതവന് ഖബറിൽ കണ്ടെത്താൻ കഴിയും, പരലോകത്ത് അവന് കണ്ടെത്താൻ കഴിയും. ആരൊരു അണുമണി തൂക്കം തിന്മ ചെയ്താലും അതും അവന് പരലോകത്തേക്ക് വരും എന്നതാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളതായി പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചില മയ്യത്തുകളെ കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ് ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത ഒരു മനുഷ്യൻ ധീരമായി പോരാടി ആ പോരാട്ടത്തിൻ്റെ ഇടയിൽ തൻ്റെ ശരീരത്തിൽ ഒരുപാട് മുറിവുകളുമൊക്കെ ഏറ്റ സാഹചര്യത്തിൽ സ്വന്തം അമ്പിലേക്ക് ശരീരം അമർത്തി ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ച് പ്രവാചകൻ ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം ഹാദാ മിൻ അഹ്ലിൻ നാർ, അവൻ നരകത്തിലാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം പ്രവാചകന് വഹീ വന്നു അവൻ നരകത്തിലാണ് എന്ന്. അതുപോലെ തന്നെ പ്രവാചകൻ്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ്റെ കാര്യം നമുക്ക് കാണാം. കൂർത്ത അമ്പുകൾ ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്ത ഒരാളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫലം യുസല്ലി അലൈഹി, നിങ്ങൾ അയാൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കൂ, ഞാൻ നമസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ മാറി നിന്നത് ചരിത്രത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് പ്രവാചകൻ വഹീ കൊണ്ട് ആ ആത്മഹത്യയുടെ ഗൗരവം ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അത് കാണിച്ചതെന്ന് ഇമാമിയങ്ങൾ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ മറ്റ് ചില സംഭവങ്ങളുണ്ട്. കടബാധിതനായി മരിച്ചൊരു മനുഷ്യനെ മയ്യത്ത് കൊണ്ടുവരപ്പെട്ടു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ഹൽ അലൈഹി മിൻ ദൈൻ, ഈ മനുഷ്യന് ദൈനുണ്ടോ, കടമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വഹാബിമാർ പറഞ്ഞു ലാ, ഇല്ല റസൂലേ എന്ന് പറഞ്ഞു. ഫസല്ലി അലൈഹി, അങ്ങനെ പ്രവാചകനും സ്വഹാബിമാരും ആ മനുഷ്യന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചു. എന്നാൽ മറ്റൊരു ജനാസ കൊണ്ടുവരപ്പെട്ടു. ഹൽ അലൈഹി മിൻ ദൈൻ, ഈ മനുഷ്യന് കടമുണ്ടോ എന്ന് പ്രവാചകൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നഅം, അദ്ദേഹത്തിന് കടബാധിതനാണ്. സല്ലു അലാ സ്വാഹിബിക്കും, നിങ്ങളുടെ ആ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ നമസ്കരിക്കൂ, ഞാൻ നമസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രവാചകൻ മാറി നിന്നു. അപ്പോൾ മഹാനായ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കടം ഞാൻ വീട്ടിക്കൊള്ളാം
കൊള്ളാം. അങ്ങനെയാണ് പ്രവാചകൻ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ചത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി അത്രയും ഒരു നിലപാട് പ്രവാചകൻ എടുത്തത്? ആ തിന്മ ഗൗരവമുള്ളതാണെന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം നമുക്ക് കാണാം. പ്രവാചകനും സ്വഹാബിമാരും ഖൈബർ യുദ്ധം വിജയിച്ച് മടങ്ങുകയാണ്. തിരിച്ചു മടങ്ങുന്ന സാഹചര്യം. വാദിൽ ഖുറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവരെത്തുകയാണ്. ഗനീമത്ത് സ്വത്തൊക്കെ കിട്ടി. സ്വർണവും വെള്ളിയും ഒന്നും അല്ലാത്ത മറ്റു സ്വത്തുക്കൾ, ആടുമാടുകളെയാണ് ആ യുദ്ധത്തിൽ ഗനീമത്തായി കിട്ടിയിട്ടുള്ളത്. വാദിൽ ഖുറയിലെത്തിയപ്പോൾ മഹാനായ പ്രവാചകന് ബനി ലിബാബ് എന്ന് പറയുന്ന ഗോത്രത്തിലെ ഒരു മനുഷ്യൻ സമ്മാനമായി നൽകിയ ഒരു അടിമയുണ്ടായിരുന്നു. അദ്ദേഹം മിദ്ഗം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പ്രവാചകൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്തുനിന്ന് സാധന സാമഗ്രികൾ ഇറക്കുന്നതിൻ്റെ ഇടയിൽ എവിടെ നിന്നോ പാഞ്ഞു വന്ന ഒരു അമ്പ് അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് തറച്ച് അദ്ദേഹം അവിടെ മരണപ്പെടുകയാണ്. സ്വഹാബിമാരൊക്കെ പറഞ്ഞു, അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ പ്രവാചകനെ സേവിക്കുന്നതിനിടയിൽ ഈ യുദ്ധ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടു, ആ നല്ല മരണമാണ് എന്ന് പ്രവാചകൻ്റെ സ്വഹാബിമാർ പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരിക്കലുമല്ല, അദ്ദേഹം ആ യുദ്ധത്തിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത ഒരു മുതൽ അദ്ദേഹത്തിൻ്റെ മുകളിൽ ഈ നിമിഷം കത്തിയെരിയുകയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? ആ തിന്മയുടെ ഗൗരവം, അത് സമൂഹത്തെ മോഷ്ടിച്ച മുതൽ അതുമായി നാളെ പരലോകത്തേക്ക് ചെന്നാൽ അവന് നരകമാണ് എന്നും അത് അവൻ്റെ ശരീരത്തിൽ കത്തിയമരുമെന്നും പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. മറ്റൊരു സംഭവം കാണാം. സല്ലു അലാ സ്വാഹിബിക്കും, ഒരു മനുഷ്യൻ്റെ മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ പറയാണ്, നിങ്ങൾ ഈ മനുഷ്യന് വേണ്ടി നമസ്കരിക്കൂ എന്ന് പറഞ്ഞ് പ്രവാചകൻ മാറി നിന്നു. അപ്പോൾ മറ്റു കൂട്ടുകാരുടെ മുഖമെല്ലാം വല്ലാതെ വിളറി, സ്വഹാബത്തൊക്കെ വല്ലാതെ വിളറി, അവർക്ക് വല്ലാത്ത വിഷമമുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്ധത്തിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത മുതൽ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നു. അവർ അദ്ദേഹത്തെ പരിശോധിച്ചപ്പോൾ ചില മുത്തുമാലയിലെ ചില മുത്തുമണികൾ അദ്ദേഹത്തിൻ്റെ കൈവശം മോഷ്ടിച്ചതായി കണ്ടെത്തി എന്നതാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കും. നമ്മുടെ നാട്ടിലൊക്കെ പള്ളികളിൽ ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യൻ്റെ മയ്യത്ത് ഇങ്ങനെ പള്ളിയുടെ മുമ്പിൽ ഒന്നാമത്തെ സഫിൽ കൊണ്ടുവച്ചിട്ട് ഒന്നുകിൽ ഇമാമോ അല്ലെങ്കിൽ ആ മയ്യത്തിൻ്റെ അടുത്ത മക്കളോ ബന്ധുക്കാരോ ആരെങ്കിലുമൊക്കെ എണീറ്റ് നിന്ന് മൈക്കിൽ പറയും, ഈ സഹോദരന് വേണ്ടി എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ മനുഷ്യ വാച കർമ്മണ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണമേ എന്ന് പറയുകയും പ്രാർത്ഥിക്കണമെന്ന് പറയുകയും, എന്നിട്ട് എല്ലാവരും ആത്മാർത്ഥമായി കരഞ്ഞ് കലങ്ങിയ ഹൃദയവും കണ്ണുകളുമായി നമ്മളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ ആ പള്ളികളിലെ അവസാന അദ്ദേഹത്തിൻ്റെ യാത്രയിൽ നിർവഹിക്കുന്ന ഒരു നമസ്കാരമാണ് മയ്യത്ത് നമസ്കാരം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ് നമ്മൾ ആ മൂന്നാമത്തെ തക്ബീറുകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുവേ, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണമേ, ഈ മനുഷ്യന് നീ ഖഫൂ നൽകണമേ, നീ മാപ്പ് കൊടുക്കണമേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന. ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ മാറി നിൽക്കണമെങ്കിൽ, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ അതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം എത്രയായിരിക്കുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. ആ പ്രാർത്ഥന നടത്തുന്ന ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ ഗൗരവം എത്ര വലുതാണ് എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. പ്രവാചകൻ ഒരിക്കലും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഖബറിൻ്റെ അടുത്ത് 2 ഖബറുകളിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ട് 2 മനുഷ്യൻ. പ്രവാചകൻ അത് സ്വഹാബത്തിനോട് പറയുന്നുണ്ട്. പ്രവാചകനെ മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുകയല്ല. പ്രവാചകൻ സ്വഹാബത്തിനോട് പറഞ്ഞു, ഈ 2 ഖബറിലെ മനുഷ്യരും ശിക്ഷിക്കപ്പെടുകയാണ്. ഒന്നാമത്തെ മനുഷ്യൻ മൂത്രമൊഴിക്കുന്നതിൻ്റെ വിഷയത്തിലാണ് ശിക്ഷിക്കപ്പെടുന്നത്. മൂത്രം കൃത്യമായി അദ്ദേഹം ശുദ്ധീകരിക്കാറില്ല എന്ന വിഷയം പറഞ്ഞു. രണ്ടാമത്തത് നമീമത്തുമായി സംസാരത്തിൽ വന്ന വിഷയമാണ്. സഹോദരങ്ങളെ ആലോചിച്ച് നോക്കി. ഇത് പറയുമ്പോൾ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യരുടെ കുടുംബക്കാരവിടെ ഇല്ലേ? അവരുടെ മാതാപിതാക്കളില്ലേ? അവരുടെ സഹോദരങ്ങളില്ലേ? അവരുടെ കൂട്ടുകാരില്ലേ? അവരുടെ ജ്യേഷ്ഠാനുജന്മാരില്ലേ? അവർക്കിത് കേൾക്കുമ്പോൾ വേദനിക്കുകയില്ലേ? ഞങ്ങളുടെ സഹോദരൻ, ഞങ്ങളുടെ കുടുംബക്കാരൻ ഖബറിൽ ശിക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വേദനിക്കുകയില്ലേ? എന്നിട്ടും അല്ലാഹുവിൻ്റെ റസൂൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കണം. ആ തെറ്റുകളൊന്നും നിസാരമല്ല. ഇത് ഈ സമൂഹത്തിന് അത്തരം പാപങ്ങൾ ജീവിതത്തിൽ തള്ളി നീക്കുന്നവരുടെ കണ്ണും കാതും തുറക്കാൻ വേണ്ടിയാണ് ഹദീസുകളിലൂടെ ഈ സംഭവം മുസ്ലിം ലോകത്തിൻ്റെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ പറഞ്ഞ തെറ്റുകളുണ്ടല്ലോ, നാവ് കൊണ്ടും അതുപോലെ ആത്മഹത്യ പോലെയുള്ള ഗൗരവകരമായ തെറ്റുകൾ, അതെത്രമാത്രം മൂത്രമൊഴിക്കുന്ന വിഷയത്തിൽ പോലും കൃത്യമായി ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഖബറിൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ള ഗൗരവകരമായ കാര്യമാണ് ഹദീസുകളിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. 2 കാര്യങ്ങളാണ് പ്രധാനമായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഇത്തരം തെറ്റുകൾ, ഇത്തരം വീഴ്ചകൾ ഇല്ലാതിരിക്കാൻ ശ്രമിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ വിഷയം, ഇന്നത്തെ നമ്മുടെ നാടും നമ്മളുടെ സമൂഹവും എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള തെറ്റുകളെ വളരെ നിസ്സാര
നിസാരമായി കാണുന്ന പൊതുബോധത്തെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. തെറ്റുകളെ വളരെ നിസാരമായി കാണുന്നു, ഇതൊന്നൊരു പ്രശ്നമില്ല, ഇതൊക്കെ അള്ളാഹ് പുറത്തു തന്നോളും എന്ന ഒരു ധാരണ നമ്മുടെ സമൂഹത്തിനെ ബാധിച്ചിട്ടുണ്ട്. അതും ഗൗരവപരമായി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെ സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ചില പള്ളികളിൽ പോസ്റ്ററുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഞാൻ അറിഞ്ഞൊരു വിഷയം, നേർച്ചയുമായി ബന്ധപ്പെട്ട്, നേർച്ച എന്നതൊരു ഇബാദത്താണ്, നദിർ ഇബാദത്തിൽപ്പെട്ടതാണ്. അത് അള്ളാഹുവിന് മാത്രം നിർവഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അള്ളാഹു അല്ലാത്തവരുടെ പേരിലുള്ള നേർച്ചകൾ പ്രമാണവിരുദ്ധമാണ്. അത് വളരെ ഗൗരവത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചൊരു വിഷയമാണ്. നമ്മൾ ദിനേന നമസ്കാരത്തിൽ വജ്ജഹത്ത് ചൊല്ലാറുണ്ട് അല്ലേ? നമ്മളെന്താണ് പറയുക? കുൽ ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നമസ്കാരവും എൻ്റെ നോമ്പും എൻ്റെ ഹജ്ജും എൻ്റെ ആരാധന കർമ്മങ്ങളും എൻ്റെ നേർച്ചകളും വഴിപാടുകളും എല്ലാം ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമാകുന്നു എന്ന് പ്രതിജ്ഞയെടുക്കുന്ന സത്യവിശ്വാസി അല്ലേ? നമ്മുടെ നാടുകളിലെ ചില പള്ളികളിൽ ആണ്ടുനേർച്ച എന്ന പേരിൽ ഇത്തരത്തിലുള്ള ചില ആചാരങ്ങളും ആഘോഷങ്ങളുമൊക്കെ നടക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ഗൗരവം സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നത് ഓരോ മുഅ്മിനിൻ്റെയും ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഖബറുകളെ ആഘോഷ കേന്ദ്രങ്ങളാക്കി മാറ്റി ഖബറുകളെ കെട്ടിപ്പൊക്കുക, അവിടെ പച്ചപ്പെട്ടിടുക, അവിടെ കുമ്മായം ഇടുക, അവിടെ നിലവിളക്ക് വെക്കുക, അതിൻ്റെ മുന്നിൽ പോയി അതുപോലെയുള്ള പ്രാർത്ഥനകളും മൗലിദുകളും ദിക്റുകളും ദുആകളും ഒക്കെ നിർവഹിക്കുക. ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ അത്തരം ഒരു ഉത്സവാന്തരീക്ഷം സൃഷ്ടിക്കുന്ന, വർഷത്തിലൊരു ദിവസം അതിനുവേണ്ടി കണക്കാക്കുന്ന ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മതത്തിൽ പുതുതായ ആചാരങ്ങളും സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്ന് ഈ ചങ്ങനാശ്ശേരിയിലും ഇന്ന് നമ്മുടെ പല പള്ളികളിലും കാണാൻ സാധിക്കുന്നുണ്ട്. അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അങ്ങനെ ഒരു ചര്യയോ അങ്ങനെ ഒരു ആഘോഷമോ അങ്ങനെ ഒരു ആചാരമോ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകനെ ജീവിത തുല്യം സ്നേഹിച്ച, ജീവനേക്കാൾ സ്നേഹിച്ച മഹാരഥന്മാരായ സ്വഹാബിമാർ അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവരുടെ പള്ളികളിലെ മദീനത്തോ മക്കത്തോ അങ്ങനത്തെ ഒരു ആചാരമോ ഒരു അനുഷ്ഠാനമോ നടത്തിയതായി ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് കാണുക സാധ്യമേയല്ല. അതുപോലെ ഉണ്ടാക്കുന്ന പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് റസൂലുള്ള ഗൗരവത്തിൽ നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. മൻ ഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. പ്രവാചകൻ പറഞ്ഞു, ഈ മതത്തിൽ ഇതുപോലെ ഉണ്ടാക്കുന്ന പുതുതായി ഉണ്ടാക്കുന്ന അഹ്ദസ എന്ന് പറഞ്ഞാൽ പുതുതായി മതത്തിൽ ഉണ്ടാക്കുന്ന ആചാരങ്ങൾ അത് പൂർണ്ണമായും തള്ളപ്പെടേണ്ടതാണ് എന്നാണ് ഇമാം ബുഖാരി മുസ്ലിമും ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, ഈ മതകാര്യത്തിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇയ്യാക്കും മുഹ്ദസാത്ത്, പുതുതായി ഉണ്ടാക്കപ്പെട്ട മതത്തിലെ കാര്യങ്ങൾ അത് ബിദ്അത്താണെന്നും കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ, അതെല്ലാം വഴികേടാണെന്നും ആ വഴികേടെല്ലാം നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് നരകത്തിലേക്കാണെന്നുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തിൽ താക്കീത് നമുക്ക് നൽകിയിട്ടുള്ളത്. സഹോദരങ്ങളെ, പല അതിരുവിടലും നമുക്ക് ആ വിഷയത്തിൽ കാണാൻ കഴിയും. മഹാന്മാരുടെ പേര് പറഞ്ഞ് ആ മഹാന്മാർ പ്രവാചകൻ്റെ ചര്യയെ പിൻപറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ മാതൃകയാക്കിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനു പകരം അവർ മരിച്ചിട്ട് അവരുടെ ഖബറിൽ പോയി തഅ്ലീമു ചെയ്യുകയും അത് അതിര് കടന്നു പോവുകയും അല്ലെ, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹം വഴിപിഴച്ചതിനെക്കുറിച്ച് സൂറത്ത് നൂഹിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. വദ്, സുവാഖ്, യഊഖ്, നസ്ർ പോലെയുള്ള മഹാന്മാരെ അവരുടെ വിഗ്രഹമുണ്ടാക്കി അല്ലെങ്കിൽ അവർ ആരാധ്യ പുരുഷന്മാരായി കണ്ട് മഹാന്മാരായി കണ്ട് ആദരിക്കുന്നു എന്ന പേരിൽ അവരെ ആരാധിക്കുന്ന അവസ്ഥയെ പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ നമുക്ക് താക്കീത് നൽകുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സിയാറത്ത് എന്നതുപോലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് മരണബോധമുണ്ടാക്കാനും, ഒരു ഖബറിനെ നമ്മൾ സന്ദർശിക്കുന്നത് പോലും നിങ്ങൾക്ക് മരണബോധമുണ്ടാക്കാനും ആ മയ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ടാണ്. അതല്ലാതെ ആ ഖബറിൽ പോയി ഖബറാളികളോട് പ്രാർത്ഥിക്കുകയും എത്രയേറെ അതിൻ്റെ മുന്നിൽ സുജൂദ് വരെ ചെയ്യപ്പെടുകയും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ആ ഖബറിൽ പോയി തേടണമെന്ന് പറഞ്ഞ് സിയാറത്ത് ടൂർ നടത്തുകയും ഇതുപോലെ വർഷത്തിൽ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞ് പ്രത്യേക ദിവസം കണക്കാക്കി അതിൻ്റെ മുന്നിൽ പോയി ഇത്തരം ആചാരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് തീർത്തും ഇസ്ലാമിക വിരുദ്ധമാണ്, ഗൗരവമുള്ളതാണ്, ബിദ്അത്താണ്. പലതും ശിർക്കിലേക്ക് എത്തിപ്പെടുന്ന ആചാരങ്ങൾ വരെയാണ് അത്തരം സ്ഥലങ്ങളിൽ നടക്കുന്നത്.
അതിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഇസ്ലാമികമായ ഒരു വിശ്വാസിക്ക് കഴിക്കാനോ അതുമായി സഹകരിക്കാനോ സാധ്യമല്ല എന്നത് നമ്മൾ ഓരോരുത്തരും പ്രമാണബദ്ധമായി പഠിക്കുകയും ഈ സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 1-2-3 കാര്യങ്ങൾ. ഒന്ന്, പള്ളി പരിപാലന ഫണ്ടാണ്. എല്ലാവരും അള്ളാഹുവിൻ്റെ വീടിന് വേണ്ടി ഉദാരമായി സംഭാവനകൾ നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിലും ജോലിയിലുമെല്ലാം അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പല സഹോദരങ്ങളും രോഗാവസ്ഥയിലാണ്. നമ്മുടെ പള്ളികളിൽ നമ്മളോടൊപ്പം വന്ന് നമസ്കരിച്ചു കൊണ്ടിരുന്ന പല സഹോദരങ്ങളും, നട്ടലിന് പരിക്ക് പറ്റിയവർ, അതുപോലെ കുഴഞ്ഞു വീണവർ, പല സഹോദരങ്ങളും വല്ലാത്ത പ്രയാസത്തിലാണ്. അതുപോലെ നമ്മുടെ പള്ളിയിൽ വരുന്ന ഒരു സഹോദരിയുടെ ഭർത്താവ് ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്, ICUയിൽ അഡ്മിറ്റാണ്, വല്ലാത്ത പ്രയാസകരമായ അവസ്ഥയിലാണ്. എല്ലാവരും ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്നവർക്കുണ്ട് ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു പൂർണ്ണമായ ശിഫാഉൻ ആജിലിനെ സമ്മാനിക്കുമാറാകട്ടെ. പൂർണ്ണമായ സൗഖ്യം രോഗികൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണമായ ആരോഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നമ്മെ നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, അതുപോലെ വെളിച്ചമുത്തരക്കടലാസ് തിരികെ ഏൽപ്പിക്കാൻ ഇനി 7 ദിവസങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ മാസം 31-ാം തീയതി വരെ മാത്രമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ അള്ളാഹു അവർക്ക് പൂർണ്ണമായ അമ്നിനെ, നിർഭയത്വത്തെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗ്ഗത്തിലേക്ക് നയിക്കുന്ന സത്യവിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين.